താനെന്താ ഇവിടെ ഇരിക്കുന്നേ? അവന്മാരുടെ കണ്ണി പെടാതെ ഓടി രക്ഷപ്പെടുക. താൻ അവരുടെ അടുത്ത് കുടുങ്ങാതിരുന്നാൽ മാത്രം മതി എനിക്ക്. എന്റെ ഫ്രണ്ടിനെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിക്കൊള്ളാം. താൻ എന്റെ കൂടെ ഉണ്ടെന്ന് കള്ളം പറഞ്ഞെങ്കിലും. അത് മാത്രമല്ല, ഞാൻ കാരണമാണ് തനിക്ക് എല്ലാ പ്രശ്നങ്ങളും. നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത്? നിങ്ങൾ ചെയ്ത തെറ്റുകാരനാ ഞാൻ രക്ഷപ്പെട്ടെന്നും കൂടി പറയാലോ. ദയവ് ഇത് എന്നോട് ക്ഷമിക്കണം. ഞാനാ നിങ്ങൾ തെറ്റിദ്ധരിച്ച്. എനിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ചുറ്റും എന്താ നടക്കുന്നതെന്നും എനിക്കറിയുന്നില്ല. കാശ് മോഷ്ടിച്ച ഒരു ഫ്രോഡിനെ പോലെ പോലീസ് എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പ്ലീസ് എന്നെ വിട്ട് പോവരുത്. എന്താ അത്? എന്തിനെങ്ങനെയൊക്കെ പറയുന്നേ? ആദ്യം കരച്ചിൽ നിർത്തി കണ്ണു തുടക്കി. താൻ നന്നായിരിക്കാൻ. അല്ല, താൻ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, തനിക്കും അറിയാം. അവന്മാരെങ്ങനെ അറിഞ്ഞു? അതും കൃത്യമായിട്ട് ഇവിടെ. അതെ, നിങ്ങളുടെ ട്രസ്റ്റിലേക്ക് കോൾ ചെയ്ത് ഡൊണേഷൻ തരണം, വാർഡനെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കരുതുന്ന പോലെ. എന്താ, ജസ്റ്റയിൽ തന്റെ വാർഡന്റെ നമ്പർ വാങ്ങിച്ച് താൻ ഇവിടെയുള്ള കാര്യം അദ്ദേഹത്തോട് മാത്രമേ പറഞ്ഞുള്ളൂ. ഒന്ന് നിൽക്കാം, നിങ്ങളുടെ ട്രസ്റ്റിന്റെ ലാൻഡ് ലൈൻ നമ്പർ വിളിക്കാം. ഹലോ. ഞങ്ങള് ഗോകുലം ഫിനാൻസ് എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ MD നിങ്ങളുടെ ട്രസ്റ്റിന് 5 lakhs ഡൊണേഷൻ തരാൻ വേണ്ടി പറഞ്ഞിരുന്നു. നിങ്ങളുടെ വാർഡനെ എനിക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം ഇപ്പൊ ട്രിവാൻഡ്രത്താ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഒന്ന് മീറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ കോൺടാക്ട് നമ്പർ തന്നാൽ മതി, ഞാൻ വിളിക്കാൻ പറയാം. കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് വീക്ക് അല്ലേ, ഞങ്ങൾ നേരിട്ട് വന്ന് കണ്ടോളാം. താങ്ക് യു സോ മച്ച്. തനിക്ക് തന്റെ ഫ്രണ്ടിനെ രക്ഷിക്കണം അല്ലേ? അതെ. ഏതെങ്കിലും STD ബൂത്തിൽ നിന്ന് തന്റെ വാർഡനെ വിളിച്ചിട്ട് ഞാൻ പറയുന്ന അതേപടി പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. സർ, ഞാൻ കീർത്തിയാ സംസാരിക്കുന്നത്. നിങ്ങളിപ്പോ എവിടെയാ ഉള്ളത്? ഞാൻ ട്രസ്റ്റിൽ തന്നെ ഉണ്ടല്ലോ. ന്യൂ അഡ്മിഷനൊക്കെ വന്നിട്ടുണ്ട്. സർ, ഇവിടെ നടക്കുന്നതൊക്കെ കാണുമ്പോ വല്ലത് പേടിയാവുന്നു. നിനക്ക് ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതല്ലേ, നീ വിഷമിക്കാതെ വന്നേക്ക്. ഇവിടെ വന്നിട്ട് നോക്കാം. അത് വേണ്ട സർ, എല്ലായിടത്തും അവന്മാരും ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുക. അത് മാത്രമല്ല, ആരെയും വിശ്വസിക്കാനും വയ്യ. ഹൈദരാബാദ് വരെ ഒറ്റയ്ക്ക് വരുന്ന കാര്യം ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഫ്ലൈറ്റ് പിടിച്ചു വന്നെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ട് പോകും സർ, പ്ലീസ്. നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? കളക്ടർ ഓഫീസിന്റെ അടുത്താന്ന് പറ. കളക്ടർ ഓഫീസിന്റെ അടുത്താ? ശരി മോളെ, എങ്ങനെയെങ്കിലും 3 മണിക്കൂറിനകം ഞാൻ വന്നേക്കാം. കളക്ടർ ഓഫീസിന്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് അറിയൂ? അങ്ങോട്ട് വന്നേക്ക്. ഓക്കെ സർ, വന്നേക്കാം. നോക്ക്, അവളൊരു ഒറ്റ മതി. അവളെങ്ങാനും ട്രസ്റ്റിലേക്ക് വന്നാ ഇത്രയും നാളും നിങ്ങൾ വളർത്തിയെടുത്ത പേര്, ബിസിനസ്, നെറ്റ്വർക്ക് എല്ലാത്തിലും മണ്ണ് വീഴും. 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അവളെ കണ്ടിരിക്കണം. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. അവളെ ഇല്ലാതാക്കണം. അവൾ ഉണ്ടായിരുന്നതിന്റെ ഒരു രേഖ പോലും നിങ്ങളുടെ ട്രസ്റ്റിൽ കാണാൻ പാടില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? തനിച്ചാണോ ഒന്ന് വിളിച്ചോണ്ട് പോണേന്ന് മാത്രമേ ഞാൻ അയാളോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ വാർഡൻ അയാളുടെ തനിതരം കാണിച്ചിട്ടുണ്ടല്ലേ. അയാള് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അവന്മാരെ പിടിക്കാൻ പറ്റുമോ? അവന്മാരെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? ഇനി എന്താ ചെയ്യേണ്ടത് നോക്കാം. അവൻ ചായയുടെ പൈസ കൊടുക്കട്ടെ. എടുക്ക്. മോനെ, ഞാൻ പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട കേട്ടോ. പിന്നെ ഈ സാമ്യയോട് പറഞ്ഞൊന്നും നീ യൂട്യൂബിലൊന്നും ഇടല്ലേ. നിനക്ക് എത്ര അമൗണ്ട് വേണമെങ്കിലും ഞാൻ തരാം. നമുക്ക് രണ്ടുപേർക്കും ഒരു ഡീലാക്കാം. നിന്റെ അമൗണ്ട് ഒന്നും എനിക്ക് ആവശ്യമില്ല. ഇന്ന് ഒരു ദിവസമെങ്കിലും താനൊരു നല്ല പോലീസായിട്ട് അഭിനയിക്കേ. നീ എന്താ വേണ്ടെന്ന് പറ, ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാ. സിമ്പിൾ മാറ്റർ, ഞാൻ ചെയ്യാം. ഇത് ചെയ്ത പ്രശ്നം തീരുമല്ലോ. സിമ്പിൾ മാറ്റർ തന്നെയാ. പക്ഷെ നീ ചെയ്യാൻ പോകുന്ന കാര്യം ആരും അറിയാൻ പാടില്ല. നിന്റെ ഡിപ്പാർട്ട്മെന്റ് പോലും അറിയാൻ പാടില്ല. ശരി.
കൗൺസിലറുടെ പ്രശ്നം കാരണമാണ് എന്റെ ജോലി പോയത്. സാർ, നിങ്ങളല്ലേ രാജാറാം? എന്താ ശരിയല്ലേ? അതെ. ഹൈദരാബാദിലെ യൂണിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്തിനാ ചോദിക്കുന്നേ? ഓ, ഞാൻ നിങ്ങളെ അന്വേഷിക്കായിരുന്നു. നമുക്ക് പോയാലോ? ആരാടാ നീ? എന്നെ വിടാ നിൽക്കാൻ. വണ്ടി എടുക്കടാ. ആരാണ് നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോകുന്നത്? എന്തു പറ്റി മോനെ? നിന്റെ വാർഡിനെ പൊക്കിയെന്നാണല്ലോ തോന്നുന്നത്. നീ ആയിരുന്നോ? നീ എന്താടാ കരുതിയേ? ഡാ, നിന്റെ ഫ്രണ്ട് ഇപ്പൊ എന്റെ അടുത്താ. അവന് ഞാൻ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ വാർഡൻ, നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ്, നീ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയൽസ്, സാമുവലിന്റെ വീഡിയോ, ഇതെല്ലാം എന്റെ ഫ്രണ്ടിനെ ആ പെണ്ണിനെയും വിട്ടേക്ക്. ഞാൻ നിന്നെ വിട്ടേക്കാം. എന്ത് വിട്ടേക്കാന്നോ? ഇപ്പൊ തന്നെ അവനെ തീർത്ത് കളയാൻ പറയടാ. തീർത്തിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവനെ തട്ടാൻ നോക്കടാ. നീ അങ്ങനെ ചെയ്തതുണ്ടല്ലോ, അവനെ സന്തോഷിക്കുക. ഇത്രയും പെമ്പിള്ളാരുടെ ജീവിതം നശിപ്പിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട് അല്ലടാ എന്റെ ഫ്രണ്ട്. അവൻ ഒരുപാട് അഹങ്കാരിയാ കേട്ടോ. ഫ്രണ്ടിന് തീർത്തേക്കട്ടെ. കൊന്നിട്ട് എല്ലാവരും തിരിച്ചു പോകുന്നാണോ? അവ സ്മാർട്ട്നെസ് കാണിച്ച വാർഡനെ പൊക്കിയിരിക്കുക. അവളും ഡ്രാമ കളിക്കുക. എനിക്ക് വാർഡനെ വേണം. സ്വർണ്ണമുട്ടയിടുന്ന താറാവിനെ പോലെയാ ആ വാർഡൻ. അവന്റെ ഫ്രണ്ടാണെങ്കിൽ ശവം പോലെയാ. എന്നിട്ട് അവനെ കൊല്ലണമെന്ന് പറയുന്നേ. അവനെ വിട്ടേക്ക്. സാർ, ചോദിക്കുന്നതിന് മര്യാദയ്ക്ക് ഉത്തരം പറയണം. മനസ്സിലായോ? സത്യത്തിൽ നീ അവന്റെ ഫ്രണ്ട് തന്നെയാണോ? സാർ, എന്താ സാർ അങ്ങനെ ചോദിച്ചു കളഞ്ഞ്? ഞങ്ങൾ ചെറുപ്പം പോലെ ഫ്രണ്ട്സ് ആണ് സാർ. ഞങ്ങളെ കാണാനും ഒരുപോലെയെന്ന് നാട്ടുകാർ മൊത്തം പറയാറുണ്ട് സാറേ. അവനെന്റെ ജീവനാ. ജീവനോ? അതെ സാറേ. അവൻ നിന്റെ ജീവൻ എടുക്കാനാ പറഞ്ഞത്, അറിയോ? സാറേ, ആരെ കുറിച്ച് വേണമെങ്കിലും മോശമായിട്ട് പറഞ്ഞോ, പക്ഷെ എന്റെ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞ എന്റെ വിധം മാറും. അവൻ എങ്ങനെയെന്ന് ഒരിക്കലും പറയില്ല. അവൻ തന്നെ കൊല്ലാനാ പറഞ്ഞത്, കേക്കണോ? അതേടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവനെ തട്ടാൻ നോക്കണം. നീ അങ്ങനെ ചെയ്തതുണ്ടല്ലോ, അവനെ സന്തോഷിക്കുക. ഇത്രയും പെമ്പിള്ളാരുടെ ജീവിതം നശിപ്പിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട് അല്ലടാ എന്റെ ഫ്രണ്ട്. കേട്ടല്ലോ സാർ? അല്ല സാർ, എന്തോന്നില്ല. ഇങ്ങോട്ട് നോക്ക്. നാളെ സൂര്യോദയം കാണാൻ നീ ഉണ്ടാവില്ല. സാർ, 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 അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ. ചേട്ടാ ഒന്ന് പറയ് ചേട്ടാ. സാർ, 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 പ്ലീസ് സാർ. ഇന്ന് രാത്രി അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കും. അവനെ വിട്ടേക്ക്. അവൻ രക്ഷപ്പെടുന്ന പോലെ തന്നെ ഇരുന്നോട്ടെ. തീർച്ചയായിട്ടും ഇവൻ അവനെ കോണ്ടാക്ട് ചെയ്യും. ഇവനെ വെച്ച് ഞാൻ അവനെ പിടിച്ചോളാം. ഹലോ, അവൻ പേടിച്ച് വറച്ചിരിക്കുക. ഈ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തിനാടാ? അവനെ ഞാൻ എസ്കേപ്പ് ആക്കാടാ. നോക്കി. ഹലോ ചെറിയണ്ണ, എനിക്ക് പേടിയാവുന്നു. എന്നെ ഒന്ന് രക്ഷിക്കാവോ? വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് രക്ഷിക്കോ? ഒരല്പം കരുണ കാണിക്കണേ പ്ലീസ്. ചെറിയണ്ണ പ്ലീസ്. കടന്ന് തൊള്ള തുറക്കാതെ. ഫ്രണ്ടാന്ന് പറഞ്ഞ് കൂടെ നടന്ന് ചതിച്ചില്ലേ? അതേണ്ണ ചതിച്ചെണ്ണ അവൻ. വിശ്വസിക്കരുതെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നിനക്കറിയോ
ഫ്രണ്ടാണും പറഞ്ഞൊരുത്തൻ കൂടെ നടന്നിന്റെ ചേട്ടന്റെ ഭാര്യയും കൊണ്ട് പൊക്കളഞ്ഞു. ലൈഫിൽ ആരെ വേണമെങ്കിലും വിശ്വസിക്കാം, പക്ഷെ ഫ്രണ്ടിനെ മാത്രം വിശ്വസിക്കരുത്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഭാര്യ പോയാൽ വീണ്ടും കിട്ടും, ജീവൻ പോയാൽ തിരിച്ചു കിട്ടുമോ? ഫ്രണ്ടിനെ വിശ്വസിച്ച എന്റെ ജീവിതം പോയേ. പ്ലീസ്. അവന്മാര് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാ നിന്നെ തട്ടിക്കളയും. അയ്യോ വേണ്ടേ. നിന്നെ കാണാൻ എന്റെ അനിയനെ പോലെ ഉണ്ട്. നിന്റെ ഫ്രണ്ട് നിന്നെ ചതിച്ച ഒറ്റ കാരണം കൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം. താങ്ക്സ് അണ്ണാ. പക്ഷെ അവരെങ്ങാനും ഈ കാര്യം അറിഞ്ഞാ എന്നെ തട്ടിക്കളയും. അയ്യോ ഞാൻ ആരോട്ട് പറയില്ല ഏട്ടാ. മനസ്സിലായല്ലോ? ഇത് നോക്ക്, ഇപ്പൊ ഇവിടെ ഞാനേ ഉള്ളൂ. നീ രക്ഷപ്പെട്ടാ ഞാനാ കുടുങ്ങ. അവന്മാര് ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യ്, കൃത്യസമയത്ത് നിനക്ക് ഞാൻ സിഗ്നൽ തരാം. അണ്ണാ ഫോണൊന്നും തരുമോ? ഞാനൊരു ഫോൺ വിളിച്ചോട്ടെ. അവന്മാരെങ്ങാലും കണ്ട സഹായിച്ചോ? അപ്പൊ തന്നെ നീ എന്റെ ഫ്രണ്ടാടാ. നിന്നെയും വിശ്വസിക്കില്ല.